MP എന്ന നിലയിലും വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന നിലയിലും രാഹുൽ പൂർണ്ണ പരാജയമെന്ന് BJP വക്താവ് സന്ദീപ് വാര്യർ. രാഹുലിന്റെ കാപട്യം വയനാട്ടുകാർ തിരിച്ചറിഞ്ഞു. വന്യജീവി വിഷയത്തിൽ പരിഹാരം കണ്ടെത്താനോ പാർലമെന്റിൽ ഇടപെടലുകൾ നടത്താനോ രാഹുൽ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായി വയനാട്ടിൽ കോൺഗ്രസ് പൂർണ്ണ പരാജയപ്പെട്ടുവെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ഇന്ന് വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് പ്രചരണത്തിനെത്തിയിരിക്കുകയാണ്. ഇന്ന് ഗണപതി വട്ടത്ത് നടന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് സൂചിപ്പിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിലുള്ള താല്പര്യം കുറഞ്ഞു എന്നുള്ളതാണ്. വളരെ ശോചനീയമായ രീതിയിൽ 300 താഴെ കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കാർ മാത്രമാണ് ആ റോഡ് ഷോയുടെ ഭാഗമായി മാറിയത് എന്ന് അത് കണ്ട എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി 100 കേരള പോലീസുകാരും കുറച്ച് മാധ്യമ പ്രവർത്തകരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിലേറെ ശുഷ്കമായിട്ടുള്ള ഒരു റോഡ് ഷോ ഗണപതി വട്ടത്ത് നടത്തേണ്ട ഗതികേട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ റോഡ് ഷോ സൂചിപ്പിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാപട്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിരുന്നത് ആയിരക്കണക്കിന് വരുന്ന വയനാട്ടുകാർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നെങ്കിൽ ഇന്ന് ഗണപതി വട്ടം പോലെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണിൽ രാഹുൽ ഗാന്ധിയെ കാണാനോ അദ്ദേഹത്തെ ശ്രവിക്കാനോ ആ നാട്ടുകാർ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വാട്ടർലൂ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്.